ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത് വില്ലത്തിയായ നായിക. ഒരു എക്സ്പ്രഷൻ ഒന്ന് കാണിക്കൂ. ഇത്ര മതിയോ ഇൻട്രൊഡക്ഷൻ? ആർക്കും ഒരു ഡൗട്ട് ഇല്ലല്ലോ. രൂപയാണ് പത്രമാറ്റിലെ ഭീകരയാണ്. പക്ഷെ ആൾക്കാർ ഇപ്പോൾ എന്നെ കാണുമ്പോൾ ചിരിക്കുകയാണ്. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ല. എനിക്ക് ഡൗട്ട് ഉണ്ട്. ആ കണ്ണ് ഇന്ന് ഭയങ്കര പ്രത്യേകതയുണ്ടെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രല്ലല്ലോ, മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടു. കാരണം ഞാൻ എപ്പോഴും കണ്ണൊക്കെ വാരി വലിച്ചൊക്കെ എഴുതും. കാരണം എനിക്ക് ഉണ്ടാവും സീനും കൊണ്ട് എനിക്ക് പറ്റൂല. അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരുങ്ങുമ്പോ എന്റെ കണ്ണൊക്കെ ഇങ്ങനെ വാരി വലിച്ച് എഴുതാൻ. അപ്പൊ എന്നെ ഇവിടെ കൂടുതലും നവ്യാണ് വിമർശിക്കാറ്. നവ്യ പറയും, എന്താണ് ചേച്ചി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്? അപ്പൊ ഇന്ന് ഞാൻ നോക്കുമ്പോ എല്ലാരും പതുക്കെ പതുക്കെ എഴുതുന്നു. അപ്പൊ ഞാനും പതുക്കെ പതുക്കെ എഴുതും. അങ്ങനെയാണ് ആ കണ്ണിന്റെ കഥ. ആ ചെയർ ഇരിക്കുമ്പോ ഒരു യൂണിറ്റിൽ ഒരു ചെക്കൻ വന്നിട്ട് പറഞ്ഞു, യുവർ ഐസ് സോ നൈസ്. അപ്പൊ എനിക്ക് വൺസ് മോർ യുവർ ഐസ് സോ നൈസ്. അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ എന്റെ കണ്ണിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. ചെറിയൊരു പൂച്ചക്കണ്ണുള്ളതുകൊണ്ട് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഞാൻ നോർമലി കണ്ണെഴുതാറില്ല. പത്രമാറ്റി വന്നതിന് ശേഷം സാരി ഉടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കണ്ണെഴുതാൻ തുടങ്ങിയത്. ഇവിടുത്തെ കുറെ ആൾക്കാർ എഴുതുന്ന കണ്ട് എനിക്ക് കുശുമ്പ് പിടിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. നയനയും നവ്യയും ദേവയാനയും ഒക്കെയാണ് ഇങ്ങനെ കണ്ണിങ്ങനെ വരച്ച് ഇങ്ങനെ വാലൊക്കെ ഇട്ടിട്ടാണ് എഴുതുന്നത്. എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ ഇതിനെപ്പറ്റി? സന്തോഷം മാത്രം. ഇന്നെല്ലാരും പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള കണ്ണാണ്. അതെ അതെ, നമ്മൾക്കിപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് അത് എടുത്ത് കാണിക്കണമെങ്കിൽ നമ്മളത് ഹൈലൈറ്റ് ചെയ്യണമല്ലോ. അത് എസ്പെഷ്യലി നമ്മൾ മീഡിയയിൽ നിൽക്കുന്ന അല്ലേ. ഇപ്പം എല്ലാവരും പറയുന്ന ബാഹ്യ സൗന്ദര്യമല്ല ആന്തരിക സൗന്ദര്യം ആണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്ക് കുറച്ച് ബാഹ്യ സൗന്ദര്യം കൂടെ വേണം. അപ്പം ഇപ്പം ഞാൻ ഒരു ബോയ് ഫ്രണ്ടിനെ ഞാൻ കല്യാണം കഴിച്ചതാണ് എങ്കിൽ പോലും അയ്യോ, അത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് കുറച്ച് ഒരു പേഴ്സണാലിറ്റി വേണം. മുഖം വലിയ ഭംഗി വേണമെന്നില്ല, എന്നാലും നമ്മൾ രാവിലെ എണ്ണിച്ച് നോക്കുമ്പോൾ മുഖത്തിനൊരു ഭംഗി വേണ്ടേ? ഇല്ല ബിന്ദുമ്മ, ഒരു കുരങ്ങനെ പോലെ എങ്ങനെ നോക്കാൻ പറ്റും? അപ്പൊ ആ കുട്ടിക്ക് ബോയ് ഫ്രണ്ടും ഇല്ല, ആരും ഇല്ല. ആ കുട്ടി ഒറ്റയ്ക്കാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും ചെറിയ കുഞ്ഞു ആവയാണ് കേട്ടോ. കളങ്കമില്ലാത്ത നിഷ്കളങ്കമായി സിരി നോക്കും. ആൾക്കാരൊക്കെ ഇരുന്ന് പറയും ആന്തരിക സൗന്ദര്യമാണെന്ന്. പക്ഷെ ഒരു പാർട്ട്ണർ ഉള്ളപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് പേഴ്സണാലിറ്റി വേണം. അപ്പോൾ ഒരു സ്റ്റൈൽ വേണം. അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും അവരുടേതായ യുണീക്നെസ് ഉണ്ട്. പക്ഷെ നമ്മൾ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നല്ലേ, അതല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഇപ്പൊ നമുക്ക് സൗന്ദര്യം ഉണ്ടായിട്ടും അത് എങ്ങനെയും നടക്കുന്നു അങ്ങനെയല്ലല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് അപ്പിയറൻസിൽ എന്താ നോക്കുക ഒരാളുടെ? കൈയും കാലും നോക്കും. നമ്മളിപ്പോ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുമ്പോ എനിക്കാണേലും എന്റെ കണ്ണിന് ചിലര് ചിരിക്കുമ്പോ കണ്ണി കൂടെ ചിരിക്കത്തില്ലേ? എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടം. എന്നിലെന്താ? കുട്ടി നല്ല നീളമുണ്ട്, നല്ല ഹൈറ്റ്, അതൊക്കെ ഞാൻ നോക്കി. എന്റെ ഫിസിക്കാണ്. ഫിസിക്ക് പെട്ടെന്നൊരു ക്യാച്ച് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് കണ്ടപ്പോ എന്നെ എന്ത് തോന്നി? തിരിച്ചു ഞാൻ അതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. പിന്നെ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു കുട്ടി വന്ന പോലെ തോന്നി. പിന്നെ വലിയ ചമ്മലൊന്നും ഉള്ളതായി തോന്നിയില്ല. പെട്ടെന്ന് തന്നെ എല്ലാവരോടും ആദ്യമായിട്ടൊരു സെറ്റ് വരുന്നൊരു കുറച്ചിങ്ങനെ ഒതുങ്ങി. ഞാനായിരുന്നേ ഇച്ചിരി ഒതുങ്ങിയാക്കി ഇങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കും. പക്ഷെ അത് നിങ്ങൾ തന്ന ഒരു ഇതാട്ടോ. ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ്, പക്ഷെ നിങ്ങൾ തന്ന ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. അതെ അതെ അതെ, കാരണം അറിയാലോ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയാലും നിങ്ങൾ നമ്മളോട് വന്നിട്ട്, കാരണം എല്ലാ സെറ്റിൽ പോയി ഇങ്ങനെയല്ല, ഞാൻ കുറച്ച് സെറ്റിലൊക്കെ പോയിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് തന്നെ താങ്ക്. പിന്നെ ഒരു പുരുഷ സങ്കല്പം, അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പുരുഷന് വേണ്ടത് കളറാണോ, ഹൈറ്റ്, അങ്ങനെ എന്താ? എനിക്ക് കറുത്തിരിക്കുന്നവരെ ഇഷ്ടം. പിന്നെ
ഹസ്ബൻഡ് എങ്ങനെയുള്ള? ഹസ്ബൻഡ് 200 ആണ്. പിന്നെ എനിക്ക് നല്ല ഹൈറ്റ് വേണം, പിന്നെ നല്ല ചിരിയായിരിക്കണം, പിന്നെ നല്ല ഹ്യൂമർ സെൻസ് വേണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് എല്ലാം വേണം. പിന്നെ ഡ്രസ്സ് നന്നായിട്ട് യുവാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഡ്രസ് ഒന്നും ഇട്ടിട്ട് വരരുത്. പിന്നെ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഉപയോഗിക്കണം. പിന്നെ കുട്ടി ബ്രാൻഡിങ് ഫ്രീക്ക് ആണേ. ബ്രാൻഡിങ് ഫ്രീക്ക് ആണ്. പിന്നെ നല്ല വൃത്തി വേണം, ഒരു സ്മെല്ലും ഉണ്ടാകാൻ പാടില്ല. സ്മെല്ലിപ്പോ നമുക്ക് മണപ്പിച്ച് നോക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മള് ഒരാളോട് കൂട്ടുകൂടി ഒരു 6 മാസം നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് അവരെ കളയും, അവരെ വേണ്ടാന്ന് നോക്കും. അങ്ങനെ എനിക്ക് കുറച്ച് പേര്. പിന്നെ കെയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് പോയാലും ഒരു നാരങ്ങ വെള്ളം വേണമെന്നെങ്കിലും ചോദിക്കണം, അല്ലാണ്ട് ഒന്നും ചോദിക്കാത്തവരെ എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ ഒരു ചായ വേണോ, ദാഹിക്കുന്നുണ്ടോ, വെള്ളം വേണോ, നമുക്ക് ഫുഡ് കഴിച്ചാലോ, അങ്ങനെ ചോദിക്കുന്നവരായിരിക്കണം. കുട്ടിക്ക് കുറച്ച് പാമ്പറിങ് അല്ലേ? പിന്നെ നമ്മളൊരു പ്രശ്നം പറയാം, ഇന്ന് എനിക്ക് അങ്ങനെ സംഭവിച്ചു, അപ്പൊ അതൊന്നും കേൾക്കാത്ത പോലല്ല. എന്നിട്ട് എന്ത് പറ്റി, അതൊന്നും സാരമില്ലടോ, അങ്ങനെ പറയുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ ഇഷ്ടം കുട്ടിക്ക്. എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരിക്കലും പറയരുത്. പിന്നെ സൗന്ദര്യം ഞാൻ ഭയങ്കര ഹെൽത്ത് ഫ്രീക്കാണ്. ഞാൻ എക്സസൈസ് ചെയ്യും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. 24 മണിക്കൂർ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്തൊക്കെ ചെയ്യാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്കൊരു 120 വയസ്സ് വരെ ജീവിക്കണം. ജീവിക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്താൽ 3 മണിക്കൂർ നമ്മൾ കൂടുതൽ ജീവിക്കുമെന്നാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പൊ കുറച്ച് സമയമായിട്ടുള്ളൂ, പക്ഷെ താങ്കളുടെ ഈ പോസിറ്റീവ് ഒരു വൈബ് ഉണ്ടല്ലോ, ഇപ്പം എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്നതാണ്. ആ പോസിറ്റീവ് വൈബാണ് താങ്കളുടെ സൗന്ദര്യത്തിന് കൂടുതൽ അലങ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഉറപ്പായിട്ടും. പക്ഷെ ഞാൻ ചില മൂഷട്ട സ്വഭാവം എനിക്കുണ്ട്. അത് എല്ലാവരിലും ഉണ്ടാവല്ലോ, നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവല്ലോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൂഡ് ഔട്ട് ആവും, മൂഡ് ഓഫ് ആവും. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് ചേഞ്ച് ആവും. ഇല്ല, എനിക്ക് ഒട്ടും ഷോർട്ട് ടെമ്പേർഡൊന്നും അല്ല. ഞാൻ ഭയങ്കര പാവമാണ്. എനിക്ക് ആരോടും ദേഷ്യപ്പെടാനൊന്നും അറിയത്തില്ല. പിന്നെ പക്ഷെ എനിക്ക് പെട്ടെന്ന് വിഷമം വരും, സെൻസിറ്റീവ് ആണ്. എനിക്ക് സ്നേഹിക്കുന്നവരെന്നെ മിണ്ടണം, സംസാരിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് കുശുമ്പിയാണ്. എനിക്കില്ല, കുശുമ്പൊന്നുമില്ല. ചിലപ്പം കുശുമ്പ് വരുമോ എനിക്കറിയില്ല. ആദ്യം എനിക്ക് വിഷമം വരും. കുശുമ്പ് വരത്തില്ല, എനിക്ക് വിഷമം വരും. എന്നെ കൂടെ കൂട്ടിയാൽ കുഴപ്പമില്ല. താങ്കൾക്ക് താങ്കളുടെ ഫേസിൽ ഏത് പാട്ടാണ് ഇഷ്ടം? എന്റെ മുഖം പണ്ടൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്കിപ്പോ എന്റെ മുഖം വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും എല്ലാവരും കണ്ണ് നല്ലതെന്നാ പറയാറ്. കണ്ണ ഇഷ്ടമായത് ഇന്ന് എസ്പെഷ്യലി കൂടുതൽ പറയാറുണ്ട്. അത് നയനയാണ് പറഞ്ഞത്. ആണോ കുട്ടി? ചിരി എല്ലാവർക്കും ഇഷ്ടമാണ്. സ്മൈൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊരു അട്ടഹസിച്ചിരിക്കുന്ന പോലെ പറയാറുണ്ട്. അത് അത്ര ചിരി വേണ്ടെന്ന് അല്ലേ, ഒരു സ്മൈല്. ഞാൻ ഉറക്കെ കിടന്ന് ചിരിക്കും. അത് നല്ലതല്ലേ? നല്ലതാണ്, എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ മുഖം ചുളിവ് വരാൻ തുടങ്ങി. കാരണം അധികം ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേശികളൊക്കെ ഇങ്ങനെ വലിയല്ലോ. അതുകൊണ്ടാണ് നമുക്ക് 100 വയസ്സ് വരെ കൂടെ ജീവിച്ചിരിക്കുന്നത് ഇപ്പം. അതിൽ എന്തെങ്കിലും അസൂയ ഉണ്ടോ? ചെറുതായിട്ട് എനിക്ക് അത്രയും നാളെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ജാതകം എഴുതി വെച്ചേക്കുന്നത് ഞാൻ അധികം എനിക്ക് ആയുസില്ലെന്നാണ്. അപ്പൊ ഞാൻ പണ്ടൊക്കെ അത് ഓർത്തിട്ട് കുറെ പേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വലിയ പേടിയില്ല. നല്ലതല്ലേ? നമ്മൾ ഈ മൊമെന്റിൽ ജീവിക്കുക. നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഈ മൊമെന്റ് പറഞ്ഞാൽ എനിക്ക് നാളെ